Now next topic is the most important, that is responsive organization. Okay, so എന്താണ് responsive organization? What is the term responsive means? Responsive എന്ന് വെച്ചാൽ we are responding. Okay, respond ചെയ്യുന്നതിനാണ് responsive എന്ന് പറയുക. So to what are we responding? അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ എന്തിനായിരിക്കണം റെസ്പോണ്ട് ചെയ്യേണ്ടത്? ടു ദ ഫീഡ്ബാക്ക് അല്ലേ? അതായത് നമ്മളിപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ സർവൈവൽ എന്ന് വെച്ചാൽ എന്താണ്? ഹൗ ഡു വി റെസ്പോണ്ട് ടു ദ ഫീഡ്ബാക്ക്? സോ ഹൗ ഡു വി റെസ്പോണ്ട് ടു ദ കസ്റ്റമർ? അവരുടെ ആ കസ്റ്റമർ ഇൻട്രസ്റ്റിന് എങ്ങനെയാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത്? ആൻഡ് ദാറ്റ് ഈസ് വാട്ട് an ഓർഗനൈസേഷൻ സർവൈവ്സ് ഓൺ. സോ അതിനെയാണ് റെസ്പോൺസീവ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ബിൽഡ് ടു ലേൺ ആൻഡ് റെസ്പോണ്ട് റാപ്പിഡ്ലി ബൈ ഒപ്റ്റിമൈസിങ് ഫോർ ദി ഓപ്പൺ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ, encouraging experimentation, learning on rapid cycles, and organizing as a network of employees, customers, and partners motivated by shared purpose. Okay, so it is such a big definition, but responsive organization എന്താണെന്ന് വെച്ചാൽ, okay, നമ്മൾ ഒരു ഓർഗനൈസേഷൻ നടത്തുകയാണ് ആൻഡ് we need to collect the responses from the customer side. Only then we can improve and we can compete with the current scenario. Okay, so that is what a responsive organization is. So അങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം? We need to collect the information. Okay, so there should be an open flow of information. So ഈ ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ എങ്ങനെയാണ്? ത്രൂ ദി ഫീഡ്ബാക്ക്. സോ വി ആർ കളക്ടിങ് ദ ഫീഡ്ബാക്ക്, വി ആർ ഇൻറ്റഗ്രേറ്റിംഗ് ഇറ്റ്, അല്ലെങ്കിൽ നമ്മൾ കൺസോളിഡേറ്റ് ചെയ്യാണ്. ഈ എല്ലാ ഫീഡ്ബാക്സും കൺസോളിഡേറ്റ് ചെയ്തിട്ട് ഈ ഫീഡ്ബാക്സിൽ നിന്ന് എന്താണോ കസ്റ്റമേഴ്സിന് വേണ്ടത്, ഓക്കെ, വാട്ട് ദ കസ്റ്റമേഴ്സ് നീഡ്, അവർക്ക് വേണ്ട സർവീസ് എന്താണെന്ന് വി ആർ ട്രൈങ് ടു ഫൈൻഡ് ഔട്ട് ഫ്രം ദാറ്റ് ആൻഡ് ദെൻ വി ആർ പ്രൊവൈഡിങ് ദാറ്റ്. ഓക്കെ, ആൻഡ് എൻകറേജിങ് എക്സ്പെരിമെൻറ്റേഷൻ. സോ എന്തൊക്കെ എക്സ്പെരിമെൻറ്റേഷൻസ് വി ക്യാൻ ഡു ഫോർ ദാറ്റ് പെർട്ടിക്കുലർ തിങ്. സോ അങ്ങനെ എക്സ്പെരിമെൻറ്റേഷൻസ് ചെയ്യുക. ഓക്കെ, ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ ചെയ്യാൻ നേരത്ത് ഇറ്റ് ക്യാൻ ബി എ ഫ്ലോപ്പ്, അതർ ഓക്കെ, ഓർ ഇറ്റ് ക്യാൻ സക്സീഡ്. സോ ദാറ്റ് ഡിപ്പെൻഡ്സ്. So അതല്ല, the important part is do experimentations and learning on rapid cycles. Okay, so we have to keep updated and organizing as a network of employees. So we have to maintain a network. നമ്മളിപ്പോൾ അറിയാം ലേറ്റസ്റ്റ് ട്രെൻഡ്സ്. ഓക്കെ, സോ ലേറ്റസ്റ്റ് ട്രെൻഡ്സും ടെക്നോളജീസ് ലൈക്ക് ബിഗ് ഡേറ്റ കളക്ഷൻസും അങ്ങനെ ആ ഒരു ടെക്നോളജീസൊക്കെ കൊണ്ടുവന്നിട്ട് വി ഹാവ് ടു മേക്ക് എ നെറ്റ്വർക്ക്. സോ ആ ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് improve ചെയ്യുക. Okay, so through that social networking we can respond and we can be a responsive. Our organization can be made a responsive organization. So with the advent of social media and social collaboration technologies, many leaders in space understand the radical shift that is coming across the entire business landscape. Okay, so നമ്മൾ പഴയ ആ ഒരു കൺവെൻഷനൽ ആയിട്ടുള്ള മെത്തേഡ് തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ we cannot excel in our business field. So business ഫീൽഡിൽ എക്സൽ ചെയ്യണമെങ്കിൽ what we need a radical shift. Okay, so ഈ ഷിഫ്റ്റ് എന്ന് വെച്ചാൽ that is coming through the social media. So social media അല്ലെങ്കിൽ social collaborations. So how that networking, okay, ആ ഒരു നെറ്റ്വർക്കിങ്ങിൽ കൂടെയാണ് what we are building up our empire, that business empire. Okay, so as a result, the concept of responsive organization is emerging as a keyword. Okay, so every organization is now trying to be responsive. സോ അങ്ങനെയാണ്, കാരണം ഈ ഒരു കോമ്പറ്റീഷനിൽ ഓർഗനൈസേഷൻ റെസ്പോൺസീവ് ആയാൽ മാത്രമേ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ ഗോൾ ബട്ട് ദ വെരി കീ സർവൈവൽ ഇൻ ദി കമ്മിങ് ടൈഡൽ വേവ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ. സോ വാട്ട് നമ്മൾ കോമ്പറ്റീഷൻ ഇസ് വെരി ലാർജർ. സോ ഈ ലാർജർ കോമ്പറ്റീഷനിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ വി ഷുഡ് അട്രാക്ട് ദി കസ്റ്റമേഴ്സ്. Okay, we should attract the customers in such a way that we should provide them what they want. So അങ്ങനെ അവർക്ക് സ്പെസിഫിക് ആയിട്ട് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ we should know what is in, okay, what are their interest. So their interest can be known only through the feedback system, through the proper feedback system or proper information systems. Okay, സോ അതാണ് റെസ്പോൺസീവ് ഓർഗനൈസേഷൻ. സോ സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ സപ്പോസ് ഇഫ് യു ആർ, നമ്മളിപ്പോൾ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ആൻഡ് ഈ ഓർഗനൈസേഷനിൽ വി ആർ ഡൂയിങ് ഓക്കെ, സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ ആൻഡ് വി ഹാവ് ടു ബി ആ ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്, ഓക്കെ, കോമ്പറ്റീഷൻ സ്പേസിൽ വി ഹാവ് ടു എക്സൽ. അങ്ങനെ എക്സൽ ചെയ്യണമെങ്കിൽ നമുക്ക് കസ്റ്റമേഴ്സിന് വി ഹാവ് ടു ഡു ദം we have to do business such a way that their interest, we are keeping up their interest as a
പ്രയോറിറ്റി. സോ അവരുടെ ഇൻട്രസ്റ്റ് പ്രയോറിറ്റി ആക്കണമെങ്കിൽ വി ഷുഡ് നോ വാട്ട് ദേ വാണ്ട്. സപ്പോസ് നമ്മളൊരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി തുടങ്ങുവാണെങ്കിൽ ഓക്കെ, സോ ആ ഒരു ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാർക്ക് സോ അവരുടെ ഇൻട്രസ്റ്റ് എന്താണ്, അവരുടെ പ്രിഫറൻസസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. സോ അത്രയും വൈഡായിട്ട് ഓക്കെ ആ ഒരു മാസ് ഡേറ്റ നമ്മൾ കളക്ട് ചെയ്യണം. സോ ഹൗ ക്യാൻ വി ഡു ദാറ്റ്? വി ക്യാൻ ഡു ദാറ്റ് ത്രൂ എ കളക്റ്റീവ് ഇൻഫർമേഷൻ സിസ്റ്റം. സോ ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഫീഡ്ബാക്ക് റെസ്പോൺസസ് കളക്ട് ചെയ്യുക. സോ ഫ്രം ദാറ്റ് റെസ്പോൺസസ് അത് കൺസോളിഡേറ്റ് ചെയ്തിട്ട് എന്താണ് ഇൻട്രസ്റ്റ് എന്ന് വി ഹാവ് ടു ട്രൈ ടു അനലൈസ് ഫ്രം ദാറ്റ്. ഓക്കെ, ക്ലിയർ? സോ അതിലുള്ള ഫണ്ടമെൻ്റൽ ഷിഫ്റ്റ്, സോ വി നീഡ് എ റാഡിക്കൽ ഷിഫ്റ്റ് എന്ന് പറഞ്ഞു. സോ ആ ഫണ്ടമെൻ്റൽ ഷിഫ്റ്റാണ് ഇത്. ഓക്കെ, സോ ഫ്രം എഫിഷ്യൻസി ടു റെസ്പോൺസീവ്നെസ്. നമ്മളിപ്പോൾ എപ്പോഴും പറയാറുണ്ട് ദ ഓർഗനൈസേഷൻ ഷുഡ് ബി എഫിഷ്യൻറ്റ് ഇൻ ഓൾ ദി ടേംസ്. അതായത് ടൈം എഫിഷ്യൻറ്റ്, കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിരിക്കണം അങ്ങനെ. ബട്ട് മോർ ദാൻ ദാറ്റ് what is required? Responsiveness. Hierarchies to networks. So organization എപ്പോഴും ഫോളോ ചെയ്യുന്നതെന്ന് വെച്ചിട്ട് ഓർഗനൈസേഷണൽ ഹൈറാർക്കിയാണ്. ദറ്റ് ഈസ് ഫ്രം ടോപ്പ് ലെവൽ ടു ബോട്ടം ലെവൽ. സോ അങ്ങനെയല്ലാതെ ഒരു നെറ്റ്വർക്കിംഗ് മോഡ് അവിടെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ദറ്റ് ഈസ് നെറ്റ്വർക്കിംഗ് വിതിൻ ദാറ്റ് ഓർഗനൈസേഷൻ. നെക്സ്റ്റ് ഇസ് കൺട്രോളിംഗ് ടു എംപവറിംഗ്. Okay, so controlling, so that is a conventional method, right? Controlling our employees. But now what we are doing, we are empowering them. We are bringing up them to participate in the decision making process. Then from extrinsic rewards to intrinsic motivation. Okay, so extrinsic in intrinsic like, so internally what we have to motivate them. From office and office hours to anywhere and anytime. Okay, so ഓഫീസിൽ ഇരുന്ന് മാത്രമാണ് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു ഒരു ഷിഫ്റ്റ്. Okay, so they have to shift. They can do it from anywhere and anytime because that is what how the social advancement is. Technology advancements അത്രേ ആയതുകൊണ്ട് so we can work now from anywhere and anytime. Next is from customers and partners to community. So we have to work as a community rather than as customers and partners. Okay, so let us see each of them. It is from efficiency to responsiveness. So historically അതായത് കൺവെൻഷണൽ മെത്തേഡ് എന്തായിരുന്നു? ഒപ്റ്റിമൈസേഷൻ ആയിരുന്നു അല്ലേ? അതായത് ടൈം എഫിഷ്യൻ്റ് ആയിരിക്കണം, ലേബർ പ്രൊഡക്ടിവിറ്റി. സോ ഇതൊക്കെയായിരുന്നു കൺവെൻഷണൽ മെത്തേഡ്സ്. അതായത് നമ്മളുടെ ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് കൂട്ടാനായിട്ട് നമ്മൾ ടൈം, മണി, റിസോഴ്സസ്, ലേബേഴ്സ്, സോ ഇതെല്ലാം സ്റ്റാൻഡർഡൈസ് ചെയ്തു. ഇതായിരുന്നു കൺവെൻഷണൽ മെത്തേഡ്. പക്ഷേ what we have to do is we have to become responsive. അപ്പോൾ ഓർഗനൈസേഷൻ റെസ്പോൺസ് ചെയ്യണമെങ്കിൽ what we need? By reducing the friction of information flow. Okay, friction of information flow എന്ന് വെച്ചാൽ ഇൻഫർമേഷൻ ഷുഡ് ഫ്ലോ, ഇൻഫർമേഷൻ ഫ്ലോയ്ക്ക് ഒരു എന്താ ഡിഫിക്കൽട്ടീസ് ഒന്നും ഉണ്ടാകരുത്. സോ ദർ ഷുഡ് ബി എ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ഇൻക്രീസിങ് ദ ഐട്രേഷൻ റേറ്റ്, ഡിക്രീസിങ് ദ കോസ്റ്റ് ഓഫ് ഫെയിലിയർ, ഒപ്റ്റിമൈസിങ് ദ സ്ട്രക്ചർ. സോ അഡാപ്റ്റ് ചെയ്യണം. ഓക്കെ, ഫെയിലിയർ കോസ്റ്റും അതുപോലെ ഐട്രേഷൻ റേറ്റ് ഒക്കെ ഇൻക്രീസ് ചെയ്യണം. സോ അങ്ങനെ ഇമ്പ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? വി ക്യാൻ ബ്രിങ് അബൌട്ട് മോർ, വി ക്യാൻ യൂസ് ദ അഡ്വാൻസ്മെൻറ്റ് ആൻഡ് ബ്രിങ് അബൌട്ട് എ ചേഞ്ച്. ഓക്കെ, സോ ത്രൂ റെസ്പോൺസീവ്നെസ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഫ്രം ഹൈറാർക്കീസ് ടു നെറ്റ്വർക്ക്സ്. സോ ഹൈറാർക്കി എപ്പോഴും ഓർഗനൈസേഷണൽ ഹൈറാർക്കീസ് ആയിരുന്നു പ്രിവെയിൽ ചെയ്തിരുന്നത്. സോ ഓർഗനൈസേഷണൽ ഹൈറാർക്കീസ് അല്ലേ, നമ്മളൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ വേണം, ഹൈറാർക്കി വേണമെന്നൊക്കെ ആയിരുന്നു. ബട്ട് ദറ്റ് ഈസ് ദ കൺവെൻഷണൽ മെത്തേഡ്. സോ ടു ബി മോർ റെസ്പോൺസീവ് what we need networks. Okay, so rather than hierarchies we need networks that reduces the coordination overhead and slows down execution and thus increases the ability to make and test decision. So networks എന്ന് വെച്ചാൽ എന്താ? അതായത് ഓരോ എംപ്ലോയീസും ആ ഒരു കോമൺ ആയിട്ട് ഒരു ഹൈറാർക്കി ഇല്ലാതെ എവറി എംപ്ലോയീസ് ഇഫ് ദേ ആർ ട്രീറ്റഡ് ആസ് സിംഗിൾ, ഓക്കെ, അവരെല്ലാം ഒരേപോലെ നമ്മൾ ട്രീറ്റ് ചെയ്യണം. അതായത് അവരുടെ ഡിസിഷൻസൊക്കെ നമ്മൾ വെൽക്കം ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സജഷൻസ് നമ്മൾ വെൽക്കം ചെയ്യുകയാണെങ്കിൽ സോ വി ക്യാൻ ഗ്രോ ആസ് എ കമ്പനി. ദറ്റ് ഈസ് വാട്ട് ദേ ആർ ടെല്ലിങ്. ഓക്കെ, so that is rather than hierarchies, organizing into networks. A robustly network organization improves information sharing, which in turn enhances information quality, context and alignment through increased transparency. So there we can give a transparency. Okay, കുറച്ചും കൂടെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും അങ്ങനത്തെ കേസിൽ. ഓക്കെ, നെക്സ്റ്റ് ഈസ് കൺട്രോളിങ് ടു എംപവറിങ്. സോ കൺട്രോൾ ചെയ്യാതെ what we need to do, we need to empower.
So as information flows faster, the pace of change is accelerating. Job descriptions, organization structures, budgets and processes are becoming obsolete faster than they can be updated. The need for rapid autonomous decision making changes the role of management from managing tasks to empowering individuals. The quickest time response occurs when a person learning new information can make high quality decision and act immediately regardless of the position in the organization chart. Okay, so ഒരു ഓർഗനൈസേഷൻ ചാർട്ട് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എംപ്ലോയി റോള് മാറുകയാണ്. റൈറ്റ്, നമ്മളിപ്പോൾ എംപ്ലോയീസിന് എന്ത് ചെയ്യണം, എംപവർ ചെയ്യുന്നുണ്ട്, അവർക്ക് അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നേരത്ത് വട്ട് വി ആർ ബ്രിങ്ങിങ് അപ്പ് ആ ഒരു എംപ്ലോയീസിനെ നമ്മളുടെ ആ ഒരു മാനേജറിയൽ ലെവലിൽ തന്നെ കൊണ്ടുവരികയാണ്. സോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഓർഗനൈസേഷൻ ചാർട്ടിന് അവിടെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നില്ല. റൈറ്റ്, സോ അങ്ങനെ ഒരു ഓർഗനൈസേഷൻ ചാർട്ടിൻ്റെ ഇമ്പോർട്ടൻസ് അല്ല, വാട്ട് വി ആർ ഡൂയിങ്, നമ്മൾ കളക്റ്റീവായിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക, ഡിസിഷൻ മേക്ക് ചെയ്യുക. ഓക്കെ, ദേ ക്യാൻ ആക്ട് ഇമീഡിയറ്റ്ലി. സോ എല്ലാവരെയും ആ ഒരു ഇൻഡിവിജ്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുകയാണ്, റാദർ ദാൻ കൺട്രോളിങ് ത്രൂ ആ ഒരു ഓർഗനൈസേഷൻ ചാർട്ട് വെച്ച് കൺട്രോൾ ചെയ്യുന്നതിലും what we are doing is empowering. Okay, next is extrinsic rewards to intrinsic motivation. So organizations have historically used performance targets and rewards to motivate employee behavior. So employee behaviors cheyanayittu what we were doing, they were trying to give rewards. So അതെന്ന് വെച്ചാൽ എക്സ്ട്രിൻസിക് റിവാർഡ്സ് ആണ്, അതായത് അവരുടെ പെർഫോമൻസ് അനുസരിച്ച് വി ആർ ഗിവിങ് ദം റിവാർഡ്സ്. സോ റാദർ ദാൻ ദാറ്റ് അവർക്കൊരു ഇൻട്രിൻസിക് റിവാർഡാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇൻട്രിൻസിക് റിവാർഡ് മീൻസ് വാട്ട്? they should be motivated, they should be encouraged to experiment. Okay, so they have to motivate. So motivated, അതിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യണം? So they should be encouraged to experiment. Okay, so അവർക്ക് സ്വന്തമായിട്ടൊരു ഫ്രീഡം ആൻഡ് സ്പേസ് പ്രൊവൈഡ് ചെയ്യുക, സോ ദാറ്റ് ദേ ക്യാൻ തിങ്ക്, ദേ ക്യാൻ ഡു ദിയർ എക്സ്പെരിമെൻറ്റേഷൻസ്. ഓക്കെ, ആൻഡ് ബ്രിങ് അബൌട്ട് ചേഞ്ചസ്. So these factors help organization more adaptable and positively impact the employee engagement. So employeesനെ കൂടുതൽ എൻഗേജ് ചെയ്യിക്കുക ടു ദാറ്റ് വർക്കിംഗ്, ഓർഗനൈസേഷൻ്റെ വർക്കിങ്ങിലേക്ക്. ഓക്കെ, next is office hours to anywhere, anytime. So companies are increasingly taking advantage of advances in technology which enables collaboration without being collocated, and they are becoming increasingly comfortable with employees working more flexible schedules. Okay, so ഈ ഓഫീസ് അവേഴ്സ് എന്ന് വെച്ചാൽ എന്താ? ഓക്കെ, സോ ഫ്രം ഒരു ടൈം സ്കെഡ്യൂളിംഗ് കാണും. സോ ആ ഒരു ടൈം സ്കെഡ്യൂളിങ്ങിൽ അവർ വർക്ക് ചെയ്യണം ഓഫീസിൽ. സോ ഇപ്പോൾ അതല്ലാതെ ബിക്കോസ് ഓഫ് ദി സോഷ്യൽ അല്ലെ ആ ഒരു നെറ്റ്വർക്കിംഗ് കാരണം അല്ലെങ്കിൽ ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ്സ് കാരണം വി ക്യാൻ വർക്ക് എനിവെയർ എനി ടൈം. വീഡിയോ കോൺഫറൻസിങ് കൊണ്ട് വി ക്യാൻ ഡു ദ ബിസിനസ് എനിവെയർ ആൻഡ് എനി ടൈം. So the ability to connect with anyone from anywhere at any time increases the speed at which information from anyone in the organization can be shared and acted upon. So ആ ഒരു ചേഞ്ചാണ്, ഷിഫ്റ്റാണ് കൊണ്ടുവരുന്നത്. ഫ്രം കസ്റ്റമേഴ്സ് ആൻഡ് സപ്ലയേഴ്സ് ടു കമ്മ്യൂണിറ്റീസ്. സോ നമ്മൾ ഹിസ്റ്റോറിക്കലി എങ്ങനെയാണ് കസ്റ്റമേഴ്സ് ആൻഡ് പാർട്ട്നേഴ്സ് വെർ ട്രീറ്റഡ് ആസ് സെപ്പറേറ്റ് ഇൻഡിപെൻഡൻറ്റ് എൻറ്റൈറ്റീസ് ബൈ സെപ്പറേറ്റ് ഇൻഡിപെൻഡൻറ്റ് പാർട്സ് ഓഫ് ദി ഓർഗനൈസേഷൻ അല്ലേ. കസ്റ്റമേഴ്സിനെ അതുപോലെ സപ്ലൈ പാർട്ട്നേഴ്സിനെയൊക്കെ നമ്മൾ എന്താ സെപ്പറേറ്റ് ആയിട്ടായിരുന്നു ട്രീറ്റ് ചെയ്തത്. സോ ദാറ്റ് ഷുഡ് നോട്ട് ബി ഡൺ. അവരെല്ലാവരും നമ്മളൊരു കമ്മ്യൂണിറ്റി ആയിട്ട്, ഓക്കെ, ബിക്കോസ് കസ്റ്റമേഴ്സ് വേണം, അതുപോലെ തന്നെ പാർട്ട്നേഴ്സ്. സോ ഇവരെല്ലാവരും വി നീഡ് ഒരു ഓർഗനൈസേഷൻ ഫങ്ഷൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ സർവൈവ് ചെയ്യണമെങ്കിൽ എല്ലാ കമ്പോണൻസും വേണം. സോ വി ഹാവ് ടു ട്രീറ്റ് ദം ആസ് എ കമ്മ്യൂണിറ്റി. So today technology has empowered customers and partners to communicate and collaborate as networks with more rapid information flow than the companies can control. ഓക്കെ, സോ നമ്മളൊരു പ്രോപ്പർ നെറ്റ്വർക്കിംഗ് കൊടുക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ പറയാം മാർക്കറ്റിംഗ് അങ്ങനെ ഒരു നെറ്റ്വർക്കിംഗ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ ആ ഒരു പ്രൊഡക്റ്റ് വിൽ റീച്ച് ഫാസ്റ്റർ ദാൻ വി തിങ്ക്. ഓക്കെ, സോ എത്രയും ആ ഒരു നെറ്റ്വർക്കിംഗ് നമുക്ക് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഡു അവർ മാർക്കറ്റിംഗ് അറ്റ് എ വെരി ഫാസ്റ്റർ പേസ്. സോ അതെല്ലാം ചെയ്യുന്നത് ത്രൂ ദി ടെക്നോളജീസ്. സോ ഒരു നെറ്റ്വർക്കായിട്ട് കൊളാബറേറ്റ് ചെയ്യുമ്പോഴാണ്. And organizations are recognizing that it takes a network to serve a network and to treat themselves, their partners, their customers as part of the same organization. Okay, so ഇപ്പോൾ തന്നെ എല്ലാ ഓർഗനൈസേഷൻസിലും ഒരു കസ്റ്റമേഴ്സിനെ ദേ ആർ ട്രൈങ് ടു ഇൻക്ലൂഡ് ദം ഇൻ ദെയർ ഓർഗനൈസേഷൻ. ദേ ആർ ട്രൈങ് ടു കളക്ട് ദെയർ ഡേറ്റ അല്ലേ. എല്ലാ കസ്റ്റമേഴ്സിനും ഇപ്പോൾ എന്താ ഒരു ഓർഗനൈസേഷനിൽ സപ്പോസ് വി ആർ ഗോയിങ് ഇൻ എ കമ്പനി, വി ആർ being their customers,
സോ നമ്മളുടെ ഒരു കസ്റ്റമർ ഡേറ്റാസ്, കസ്റ്റമർ ഫീഡ്ബാക്ക് എല്ലാം ആ ഒരു ഇൻഫർമേഷൻ കംപ്ലീറ്റ് അവർ കളക്ട് ചെയ്യും. ഓക്കെ, സോ ദേ ആർ കളക്ടിങ് അവർ ഇൻഫർമേഷൻ ആൻഡ് ഈ ഫീഡ്ബാക്കിനോട് എന്നിട്ട് എന്ത് ചെയ്യും, ഈ ഓർഗനൈസേഷൻസ് റെസ്പോണ്ട് ചെയ്യുകയാണ്. സോ ദാറ്റ് ദേ ക്യാൻ സർവൈവ്. സോ ദ ബ്രോഡർ നെറ്റ്വർക്ക് എനേബിൾസ് ടു ആക്സസ് ബെറ്റർ ഇൻഫർമേഷൻ, ഫാസ്റ്റർ ഫീഡ്ബാക്ക് ആൻഡ് കൊളാബറേഷൻ ബിയോണ്ട് ദി ട്രഡീഷണൽ കമ്പനി ബൗണ്ടറി. ഓക്കെ, സോ നമുക്കൊരു ഡയറക്റ്റ്, അതായത് കസ്റ്റമേഴ്സിൽ നിന്ന് നേരിട്ട് ഒരു ഫീഡ്ബാക്ക് സിസ്റ്റമാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. സോ അങ്ങനെ കളക്ട് ചെയ്യാൻ നേരത്ത് വാട്ട് ആർ ദ ഓർഗനൈസേഷൻ, ഓർഗനൈസേഷൻ നമുക്ക് എന്താ കിട്ടുന്നത്, വി ആർ ഗെറ്റിംഗ് ദെയർ റെസ്പോൺസസ്. സോ ഈ റെസ്പോൺസസിനെ നമ്മൾ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുക. നൗ നെക്സ്റ്റ് ഇസ് ഗ്ലോബൽ ആൻഡ് ഓൺട്രപ്രണീറിയൽ ഓർഗനൈസിങ്. സോ ഇത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചതാണ്, അത് തന്നെയാണിതും. Okay, so global organizing means what? The organization with an international membership, scope or presence. ഒരു ഇൻ്റർനാഷണൽ മെമ്പർഷിപ്പ് ഉള്ള ഒരു ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് അതിന് ആ ഒരു സ്കോപ്പ് ഉള്ള ഒരു ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഇൻ്റർനാഷണൽ കൊളാബറേഷൻസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഓർഗനൈസേഷൻസിനെയാണ് നമ്മൾ ഗ്ലോബൽ ഓർഗനൈസിങ് എന്ന് പറയുന്നത്. സോ നമ്മളിപ്പോൾ എല്ലാ ഓർഗനൈസേഷൻസും, ഇപ്പം നമ്മളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ആ ഒരു കമ്പനിയുടെ സർവൈവലിന് നമ്മൾ ഇൻ്റർനാഷണലായിട്ട് ഫോറിൻ കൺട്രീസായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ നോക്കും. സോ നമ്മൾ കുറേ ഫോറിൻ സെമിനാർസോ അങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്ത്, സോ വി ട്രൈ ടു നെറ്റ്വർക്ക് വിത്ത് ടു മേക്ക് എ ഇൻ്റർനാഷണൽ നെറ്റ്വർക്ക്. അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ നെറ്റ്വർക്ക് ചെയ്യുകയാണെങ്കിൽ ദ കമ്പനി വിൽ സർവൈവ്. ഓക്കെ, സോ നമുക്കൊരു എക്സ്റ്റേണൽ സപ്പോർട്ട് കിട്ടും and that will aid the company in its survival. Next, what are the goals? അപ്പോൾ ഗോൾസ് എന്ന് പറയും, ഗ്ലോബൽ ഓർഗനൈസേഷൻ്റെ ഗോൾസ് എന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് വൺ ഈസ് കസ്റ്റമർ സർവീസ്. ഓക്കെ, സോ ദേ ട്രീറ്റ് ദെയർ കസ്റ്റമേഴ്സ് ആസ് ഗോഡ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. സോ കസ്റ്റമർ സർവീസ്, പ്രോഫിറ്റബിലിറ്റി, സോ ദേ വിൽ സീ ദ പ്രോഫിറ്റബിലിറ്റി, റിട്ടൻഷൻ, സോ ഹൗ ക്യാൻ ദേ റിറ്റെയിൻ their organization, then efficiency, so how much efficient, ആ ഒരു എഫിഷ്യൻസിയാണ് അവരുടെ ഗോൾ. അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ ഗ്രോത്ത്. സോ ഇതൊക്കെയാണ് ഗോൾസ് ഓഫ് എ ഗ്ലോബൽ ഓർഗനൈസിങ്. നെക്സ്റ്റ് ഇസ് ഓൺട്രപ്രണീറിയൽ ഓർഗനൈസിങ്. സോ ഓൺട്രപ്രണീറിയൽ എന്ന് വെച്ചാൽ എന്താ, വി ആർ ന്യൂ ടു ബിസിനസ്. നമ്മൾ പുതിയതായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ആൻ ഓൺട്രപ്രണർ ഇസ്. Okay, so entrepreneurial organizing refers to the activity in which a group of founders who meets on a regular basis to establish a business. So we are starting up a business, establishing a business. That is what an entrepreneur do. So അത് ഡിഫറെൻറ്റ് ഫോംസിലാകാം, ഒന്നെങ്കിൽ ത്രൂ ട്രേഡിംഗ് ആകാം, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ്. വി ക്യാൻ സ്റ്റാർട്ട് എ പാർട്ട്ണർഷിപ്പ് കമ്പനി ഓർ എ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, പബ്ലിക് ലിമിറ്റഡ് കമ്പനി, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, കോപ്പറേറ്റീവ്, പബ്ലിക് കോർപ്പറേഷൻ. സോ ഇറ്റ് ക്യാൻ ടേക്ക് എനി ഫോംസ്. ഓക്കെ, സോ നമുക്കൊരു ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഏത് ഫോമിൽ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. Again, so entrepreneurial leadership involves organizing and motivating a group of people to achieve common objective through innovation, risk optimization, taking advantage of opportunities and managing dynamic organizational environment. Okay, so how is an entrepreneur? നമ്മളൊരു സാധാ ഒരു ഓർഗനൈസേഷൻ്റെ മാനേജറിയൽ പൊസിഷനിൽ നിന്ന് എങ്ങനെയാണ് ഒരു ഓൺട്രപ്രണർ ഡിഫറെൻ്റ് ആകുന്നത്? സോ ഹാവ് യു, അതായത് നമ്മളിപ്പോൾ പുതിയൊരു ബിൽഡിംഗ് എസ്റ്റാബ്ലിഷ്, വി ആർ എൻ ഓൺട്രപ്രണർ, ദെൻ what are their basic characteristics? Okay, so then they will be motivating, so our organizing, they will be motivating that group of people to the objective. Okay, അപ്പോൾ ഇന്നോവേഷൻ, അതുപോലെ റിസ്ക് എടുക്കാനായിട്ട് they help them to try experimentations and take advantage of the opportunities and manage dynamic. Okay, so the organization will be എപ്പോഴും ഒരു ഫുൾ ഓഫ് ആക്ടിവിറ്റീസ് ആയിരിക്കും, ഡൈനാമിക് ആയിരിക്കും. സോ ദ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ചാൽ ഒരു ഓൺട്രപ്രണീറിയൽ ഓർഗനൈസേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ ഈസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ഓക്കെ, സോ ദ പേഴ്സൺ ഷുഡ് ഹാവ് എ സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അപ്പോൾ സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ ദ ലീഡർ ക്യാൻ ക്ലിയർലി കൺവേ ദെയർ ഐഡിയാസ്. ഓക്കെ, അപ്പോൾ ആ ഐഡിയാസും അതുപോലെ പ്ലാൻസ് ഒക്കെ കൺവേ ചെയ്യണമെങ്കിൽ ദേ ഷുഡ് ഹാവ് എ വെരി സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. Okay, the next is vision. So ഒരു ക്ലിയർ വിഷൻ ഉണ്ടായിരിക്കണം. Then should be supportive. So they should be supportive, okay, to their entire team. Then self belief, that leader should have a confidence. Okay, ഇപ്പോൾ കുറേ ടൈംസ് ഫെയിൽ ചെയ്തിട്ടുണ്ടാകാം, ഫ്ലോപ്പ് ആയിട്ടുണ്ടാകാം. സോ ത്രൂ ദാറ്റ് all the process the person should believe in himself. Then share success. Okay, so organization succeed ചെയ്യണമെങ്കിൽ the leader should not
Okay, so ആ ഒരു സക്സസ്, ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ സക്സസ് കിട്ടിയ ദ ലീഡർ ഷുഡ് സേ ദാറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് മൈ ക്രെഡിറ്റ്, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ company as a whole. Okay, then involved, he should get involved with the employees. Okay, spend more time with the employees. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അവോയ്ഡ് ചെയ്യാം. സോ ക്രിയേറ്റ് ആൻ അറ്റ്മോസ്ഫിയർ കണ്ടക്റ്റീവ് ടു ഗ്രോത്ത്, ഒരു ഗ്രോ ചെയ്യാനായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, ഒരു എൻവയോൺമെൻറ്റ് കൊടുക്കുക. ഓക്കെ, ദെൻ ഓണസ്റ്റി. സോ ഓണസ്റ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ആ ഒരു ട്രസ്റ്റ് എംപ്ലോയീസിന് ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ഓൺട്രപ്രണർ ആണെങ്കിൽ, ലീഡർ ആണെങ്കിൽ, ദാറ്റ് ഓക്കെ സോ ദാറ്റ് വിൽ ക്വിക്ക്ലി ഗ്രോ. അപ്പോൾ അത്രയും ട്രാൻസ്പെറൻ്റ് ആയിരിക്കുക. ഓക്കെ, ദെൻ perseverance. So perseverance means they should not quit. Okay, don't give up എന്നൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. Then learning. So learning means what? They have to motivate themselves as well as their employees to think out of the box and keep learning. So this is what an entrepreneur should do. These are the basic characteristics an entrepreneur needs. Okay. So next is the university question. So what is the significance of organization culture? Okay, directly തന്നിട്ടുണ്ട്. What are the sources of organization culture? 4 sources ഉണ്ടായിരുന്നു. Okay, here are the sources. Then specify the goals of global organizing. Okay, goals നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ? എന്തൊക്കെയായിരുന്നു? കസ്റ്റമർ സർവീസ്, അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി, റിട്ടൻഷൻ. സോ ദീസ് ആർ ദി ഗോൾസ്. Then list out the important characteristics of entrepreneurs. നമ്മൾ ലാസ്റ്റ് പഠിച്ചത്. Then what is meant by culture responsive organization? Okay, so that is responsive organization എന്താണെന്നാണ്. Next, these 3 important characteristics of global organization. So ആ ഗോളും മെൻഷൻ ചെയ്താൽ മതി. Okay, an organization should be responsive for its survival. So that is same as responsive organization. Okay, so these are the university questions. Please go through them. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസിൻ്റെ ആ ഒരു സെക്ഷൻസ് പോർഷൻസ് നന്നായിട്ട് കവർ ചെയ്യാം.